വളരെ വിവാദങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ വാർത്തയിൽ ഇടം പിടിച്ചൊരു ബസ്സുണ്ട്, നവകേരള ബസ്. അത് വീണ്ടും നിരത്തിലിറങ്ങിയെന്ന വാർത്തയാണ് കോഴിക്കോട് നിന്ന് ഗൂഗിളിൽ പങ്കുവെക്കാനുള്ള. ബസ്സിൻ്റെ രൂപമാറ്റം വരുത്തി ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തിച്ചു. എസ്കലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കിയിട്ടുണ്ട്. നിരക്കും കുറച്ചിട്ടുണ്ടെന്നാണ് പുതിയ അറിയിപ്പ് KSRTC പങ്കുവെക്കുന്ന. ബസ്സിൽ 11 സീറ്റുകൾ അധികമായി ഘടിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൂഗിളുണ്ട്. ഗൂഗിൾ, ഇത്രത്തോളം വാർത്തയിൽ ഇടം പിടിച്ചൊരു ബസ് ഒരു പക്ഷെങ്കിൽ കേരളത്തിൽ ഉണ്ടാവില്ല. ഒടുവിൽ കട്ടപ്പുറത്ത് കിടക്കുന്നു, അത് നശിച്ചു പോകുന്നു എന്ന വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന് പിന്നാലെ വീണ്ടും അത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി രൂപമാറ്റമൊക്കെ വരുത്തി പുറത്തിറക്കിയിരിക്കുന്നു. അതിലെ ആഡംബര സൗകര്യം എന്നൊക്കെ പറഞ്ഞിരുന്ന സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യ സർവീസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ടിക്കറ്റ് നിരക്കും കുറച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് പുതിയ ബസ്സിൽ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾ? ടിക്കറ്റ് നിരക്കൊക്കെ എങ്ങനെയാണ്? ബസ്സിന്റെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ബസ്സിന്റെ സഞ്ചാരം അല്ലെങ്കിൽ സഞ്ചാരം തുടങ്ങിയ സമയത്തൊപ്പം തന്നെ അത് വിവാദവുമായിരുന്നു. കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഈ നവകേരള സദസ്സ് ജനങ്ങളുടെ പരാതി നേരിട്ട് കേൾക്കാൻ വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയ യാത്രയുടെ ഭാഗമായിരുന്നു. അന്ന് മുതൽ ഈ ബസ്സും വിവാദത്തിന്റെ കൂടെ സഞ്ചരിച്ചു. 2 വാതിലുകളായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അത് ഒന്ന് പൊളിച്ചു മാറ്റിയിട്ട് ഇപ്പോൾ ഒന്ന് മാത്രമാക്കിയിരുന്നു. നേരത്തെ ഇവിടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ബസ്സിനകത്തേക്ക് കയറുകയാണെങ്കിൽ ബസ്സിൽ നേരത്തെ 26 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് 11 സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 11ഓളം സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. 37 സീറ്റുകളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഈ ബസ്സിന്റെ സർവീസിന്റെ സമയവുമായി ബന്ധപ്പെട്ട വിഷയവും അതോടൊപ്പം തന്നെ ഇതിന്റെ നിരക്കുമായിരുന്നു ഈ ബസ്സിലേക്ക് ആളുകളെ അല്ലെങ്കിൽ യാത്രക്കാരെ ആകർഷിക്കാതിരുന്നത്. രാവിലെ 4 മണിക്ക് പുറപ്പെട്ട് 11:30 12 മണിയോടുകൂടി ബാംഗ്ലൂരിൽ എത്തുന്ന രീതിയിലായിരുന്നു നേരത്തെ ഇതിന്റെ സമയക്രമം. ആ ക്രമത്തിലൊക്കെ ഇനി വരുന്ന സർവീസ് മുതൽ മാറ്റം ഉണ്ടാകുമെന്നാണ് DTO ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസറെ നമ്മൾ അല്പസമയം മുമ്പ് കണ്ടിരുന്നു. അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സമയക്രമത്തിലെ മാറ്റവും 1250 രൂപ എന്ന് പറയുന്ന വലിയൊരു ഫെയറും ഇതിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാന സമയത്തൊക്കെ, അതായത് 4 മാസം മുമ്പാണ് അവസാനമായി ഈ ബസ് സർവീസ് നടത്തിയത്. ആ സമയത്തൊക്കെ 10-15 ആളുകൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിലൊക്കെ ഈ ബസ്സിൽ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു. വലിയ വിമർശനങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ ആ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളും ഈ ബസ്സിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നൊരു കാര്യമാണ് DTO പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ബസ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ 930 രൂപയാണ് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഓരോ യാത്രക്കാരിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. പക്ഷേ അത് അവസാനത്തേതായിരിക്കില്ല. ആ വക കാര്യങ്ങളൊക്കെ ഇനിയും അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന കാര്യമാണ് DTO നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതായത് ബസ് ഫെയറിലും ഒരു മാറ്റം വരാനുള്ള സാധ്യത ഇനിയുമുണ്ട്. 1250 എന്ന് പറയുന്ന വലിയ ഒരു തുകയായിരുന്നു നേരത്തെ ഈടാക്കിയിരുന്നത്. അത് മാറ്റി കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ബസ് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് സർവീസ് ഇവിടെ നിന്നായിരിക്കും ആരംഭിക്കുക, അതിന്റെ ഭാഗമായിട്ട് ബസ്സിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 930 രൂപ മാത്രമായിരുന്നു ഈടാക്കിയിട്ടുണ്ടാവുക. അത് പക്ഷേ ഫിക്സഡ് അല്ല, അവസാനത്തെ ഒരു പ്രൈസ് അല്ല. അത് വലിയൊരു രൂപമാറ്റം ഇതിനൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ സ്പേസുകളൊക്കെ കുറച്ചിട്ടുണ്ട്. മുമ്പിൽ മുഖ്യമന്ത്രി നേരത്തെ ഇരുന്ന ആ സീറ്റ് മാറ്റിയിട്ടുണ്ട്. സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ അകലങ്ങൾ തമ്മിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ശുചിമുറി സംവിധാനങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആ ഭാഗത്തു കൂടി ശുചിമുറി ഉണ്ടായിരുന്ന ബസ്സിന്റെ പുറകു ഭാഗത്തു കൂടി ഒരു വാതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇറങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ആ സൗകര്യം മാറ്റിയിട്ടുണ്ട്. ആ ഭാഗത്തു കൂടി ഇപ്പോൾ പ്ലെയിൻ ആക്കിയതിനു ശേഷം അവിടെ സീറ്റുകൾ വെച്ചു. അങ്ങനെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 26 സീറ്റ് ഉണ്ടായിരുന്ന സമയത്തായാലും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ മാത്രമായിരുന്നു പൂർണ്ണ സജ്ജമായ രീതിയിൽ ഈ ബസ് യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ മാത്രം പൂർണ്ണ ആളുകളുമായി ബസ് യാത്ര നടത്തുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവാദത്തിന്റെ ഭാഗമായിരുന്നു. ബസ്സിന്റെ യാത്രയുടെ നിരക്കിനെ സംബന്ധിച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ സമയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വിഷയമുണ്ടാകുന്നു. 4 മണിക്കൂർ പുറപ്പെട്ട് 12:30 കൂടിയിട്ട് ബാംഗ്ലൂരിലെത്തുന്നു. 3:30 പുറപ്പെട്ട് വൈകുന്നേരം 11:50 തിരിച്ചെത്തുന്നു. ഇത് ബാംഗ്ലൂരിലോ കോഴിക്കോടോ ഉള്ള യാത്രക്കാർക്ക് അത്ര ഉപകാരപ്പെട്ട സമയമായിരുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അതിനിടയ്ക്ക് പല അറ്റകുറ്റപ്പണികൾക്കും മറ്റുമായിട്ട് ബസ് വർക്ക്ഷോപ്പിലായിരുന്നു. അതോടൊപ്പം തന്നെ ആളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ ബസ്സിന്റെ സർവീസ് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ബസ് ആദ്യം പുറത്തിറക്കിയ സമയത്ത് AK ബാലനൊക്കെ വലിയ അവകാശവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതായത് മന്ത്രിമാരും സഞ്ചരിച്ച്, അതായത് ജനങ്ങളുടെ പരാതി കേൾക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും അവിടെ പോലും ആളുകൾ വന്നത് കാണും എന്നതിനെ സംബന്ധിച്ച് അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് സർവീസ് ആരംഭിച്ച ബസ്സിന് പക്ഷേ KSRTCയുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിച്ചില്ല, യാത്രക്കാരുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ വേണ്ടി സാധിച്ചില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അങ്ങനെ 4 മാസമായി, ജൂലൈയിലാണ് ഈ ബസ്സിന്റെ അവസാനത്തെ സർവീസ്, ജൂലൈ 21 മറ്റുമാണ് ഈ ബസ്സിന്റെ അവസാനത്തെ
മാത്രം സർവീസ് ഉണ്ടായിരുന്നു. അതിനുശേഷം 3 മാസത്തോളം ഇവിടെ തന്നെയുള്ള നടക്കാവിലുള്ള ഡിപ്പോയിലായിരുന്നു. പിന്നീട് 1 മാസം മുമ്പ് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തോളം അവിടെ അറ്റകുറ്റപ്പണികൾ നടത്തി. ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവായി എന്നാണ് പറയുന്നത്. 2 വാതിലുകളിൽ ഒരു വാതിൽ മാറ്റി 11ഓളം സീറ്റുകൾ അധികമായി വർദ്ധിപ്പിച്ചു. ശുചിമുറി സംവിധാനങ്ങളൊക്കെ അതുപോലെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ നിരക്കിനെ സംബന്ധിച്ച കാര്യവും അതിന്റെ ഷെഡ്യൂളും ഏത് സമയത്തായിരിക്കും പുറപ്പെടുക, എപ്പോഴായിരിക്കും അവിടെ എത്തുക എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗിക തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുന്നതിന് ശേഷം മാത്രമായിരിക്കും നിലവിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വിവാദങ്ങളിൽ ഇടം പിടിച്ച ബസ് 10 മാസങ്ങൾക്ക് ശേഷവും വാർത്താ പ്രാധാന്യം നേടി മുന്നിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ സർവീസ് പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചിട്ടുണ്ട്. മുമ്പിലത്തെ ഒരു വാതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട്, ഈ പുറകിലെ ഭാഗത്തായിട്ട് ഒരു വാതിലുണ്ടായിരുന്നു, ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിലും ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്തൊക്കെ ഇപ്പോൾ സീറ്റ് ഫിക്സ് ചെയ്ത നിലയിലാണ്. കൃത്യമായ സമയം കൂടെ അറേഞ്ച് ചെയ്ത് ടിക്കറ്റ് നിരക്കിൽ കൂടി കുറച്ചൊരു കുറവ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ അകന്ന് എന്തുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഒരു ബസ്സിൽ നിരത്തിലിറക്കുന്നത് ആ രീതിയിൽ തന്നെ സർവീസ് നടത്താൻ സാധിക്കുമെന്ന രീതിയിലുള്ള ആത്മവിശ്വാസമൊക്കെ DTO ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ന്യൂസെത്തിൽ വന്ന ആളുകൾ കാണുമെന്ന് പറഞ്ഞ ബസ്സിൽ കയറാൻ ആളില്ലാത്ത വലിയ വിവാദത്തിലേക്ക് അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് വണ്ടി ബസ് ഇപ്പോൾ പൊളിച്ചു പണിത് വീണ്ടും രൂപമാറ്റം വരുത്തി കൂടുതൽ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും പച്ചപിടിപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമത്തിലാണ് KSRTC ഉള്ളത്. ഗൂഗിളാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.